ടിഷ്യൂവിൽ ഒരു പുതിയ ട്രെൻഡാണ് കേട്ടോ. കുറച്ച് ഡിഫറൻസിലാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു സട്ടിലായിട്ടുള്ള ബേസിൻ്റെ അകത്ത്, ഗോൾഡൻ ഷെയ്ഡ് ബേസിൻ്റെ അകത്ത് പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് വിത്ത് എംബ്രോയിഡറി. അപ്പോൾ അതിനകത്ത് ഓരോന്നിനും ഓരോ ഡിഫറെൻറ്റ് ലുക്സാണ്. ഞാനിന്ന് കുറച്ച് ഒരു 5 സാരീസേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഭയങ്കര രസമുള്ള സാരീസാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ടിഷ്യൂവിലാണ് വന്നിരിക്കുന്നത്. 6000 റേഞ്ചിലോട്ട് പോയേക്കുന്ന സാരീസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 6489 റേഞ്ചിൽ വന്നിരിക്കുന്ന പ്രിൻറ്റഡ് ടിഷ്യൂ സാരീസ് വിത്ത് ബ്യൂട്ടിഫുൾ വർക്ക് ആസ് വെൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് ലുക്കിൻ്റെ അകത്ത് നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു ബോർഡർ ത്രൂ ഔട്ട് സ്കാറ്റർ, ബോഡിയിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്കാറ്ററും, പല്ലു നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ഉടുക്കുമ്പോഴൊക്കെ ഭയങ്കര രസമായിരിക്കും. ഒതുങ്ങി കിടക്കുന്ന ടിഷ്യൂ ആണ് കേട്ടോ. ഇത് മറ്റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു പ്യുവർ കണ്ടൻറ്റ് വരുന്ന ടിഷ്യൂസിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മെറ്റലിൻ്റെ ആ ഒരു മണമുള്ള ടിഷ്യൂസ് ഉണ്ടല്ലോ, ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ആൻഡ് സോളിഡ് ബ്ലൗസ്, അതിനകത്ത് ഈ ഒരു വർക്ക് ഫോർ ദി സ്ലീവ്സ് ആസ് വെൽ. അങ്ങനെയാണ് ഇന്നത്തെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ലുക്കാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ്. ട്രഡീഷണൽ ഇന്ത്യൻ പ്രിൻസിൽ നമ്മുടെ പഴയ പ്രിൻറ്റഡ് സിൽക്സിൻ്റെ അകത്തൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് ഒരു പ്രിൻ്റാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ആ സെയിം പ്രിൻറ്റിൻ്റെ തന്നെ ഒരു ലുക്കാണ്. അപ്പോൾ ഇതിനകത്ത് ഗോൾഡൻ സെറി ബോർഡറും കൂടി ആയിട്ടാണ് കേട്ടോ വരിക. ദിസ് ഇസ് ദി നെക്സ്റ്റ് ലുക്ക്. ഇതാണ് എൻ്റെ അടുത്ത ലുക്ക് വരുന്നത്. സോളിഡ് ബ്ലൗസ് ആണ്. ആൻഡ് ദിസ് ഇസ് ദി ഇതിൻ്റെ പല്ലു ആ ഒരു വീവിങ് സ്റ്റൈൽ മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഹാൻഡ് വർക്ക് വരുന്നില്ല, ജസ്റ്റ് ആ ഒരു പ്രിൻറ്റഡ് ലുക്ക് മാത്രമാണ്. ആൻഡ് ഇറ്റ്സ് ഗോട്ട് എ റിയലി നൈസ് വീവിങ് പാറ്റേൺ, ട്രഡീഷണൽ സ്റ്റാൻഡേർഡ് പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു സ്റ്റൈലാണ്. ബോർഡേഴ്സ് മാത്രം തിക്കറായിട്ടാണ് വീവ് ചെയ്തേക്കുന്നത്. ബാക്കി ഫുൾ ആ ഒരു ലൈറ്റ് ടിഷ്യൂ നമുക്കറിയാമല്ലോ. ആ ഒരു ഗ്രീനിൻ്റെ ടോൺസിലാണ് ഇതിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത്. നല്ല പ്ലീറ്റ്സ് കിട്ടുകയും ചെയ്യും കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് ഈ പ്രിൻ്റ് നല്ല രസമാണ്. ഒരു ഫ്ലോറൽ ഡിസൈനിൻ്റെ അകത്ത് തന്നെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്, നോട്ട് ദി ട്രഡീഷണൽ വൺ. ഇത് സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്ലൈറ്റ് വേരിയേഷൻസ് ഓരോ ലുക്കിനായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയലിനകത്തും വേരിയേഷൻ വരുന്നുണ്ട്. ഇത് ടിഷ്യൂ ആണ്, പക്ഷെ നമ്മളിപ്പോൾ കണ്ടതുപോലത്തെ അത്രയും തിൻ ടിഷ്യൂ അല്ല. ഇതാണ് എൻ്റെ പല്ലു കണ്ടോ. ഇത് മോസ്റ്റ്ലി നമ്മുടെ കസവ് സാരി പോലത്തെ ഉള്ള ഒരു ഫീലാണ് വന്നിരിക്കുന്നത്, പക്ഷെ ടിഷ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട് അല്ലേ. നല്ല കുറച്ചും കൂടെ ബ്രോഡായിട്ട് വന്നിരിക്കുന്ന ബോർഡേഴ്സും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് ടസറിലാണ് കൂടുതലായിട്ടും ആ കണ്ടന്റ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ബ്ലൗസ്. നല്ലൊരു പ്രൈസ് റേഞ്ചും 6 അല്ലേ വരുന്നുള്ളൂ ഇതിനകത്ത്. അതിൻ്റെ ലുക്ക്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് വൺ. നമ്മൾ മുന്നേ കണ്ടതിൻ്റെ അതേ ഒരു ലുക്കാണ്. ആൻഡ് ഇതിനകത്ത് കുഞ്ഞ് പിങ്ക് ഫ്ലോറൽസ് ആണ് വന്നിരിക്കുന്നത്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന പിങ്ക് ഫ്ലോറൽസ്. ആൻഡ് ത്രൂ ഔട്ട് ദി ബോർഡർ വി ഹാവ് ഹാൻഡ് എംബ്രോയിഡറി. ഇതൊക്കെ ഇച്ചിരി വ്യത്യാസമുള്ള സെറ്റ്സാണ്. ഇത് നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലുക്കൊന്നുമല്ല. സോ ദിസ് ഇസ് ദി രസമുണ്ടാകും. ഒരു പിങ്ക് കളർ അതിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് കണ്ട് അങ്ങനെ മടുത്തൊരു പാറ്റേണും ആയിരിക്കത്തില്ല. പ്രിൻ്റ് മുന്നേ നമ്മൾ ആദ്യം കണ്ട അതേ ഒരു കോമ്പിനേഷനാണ്. ആൻഡ് ദെൻ വി ഹാവ് നമ്മൾ മുന്നേ കണ്ട സാരിയുടെ സിമിലർ പ്രിൻറ്റ്, പക്ഷേ ദിസ് മെറ്റീരിയൽ ഇസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ്. ഇത് ജസ്റ്റ് ആ ഒരു പ്രിൻറ്റ് മാത്രമായിട്ട് വന്നിരിക്കുന്ന ലുക്കാണ് കേട്ടോ. ടസേഴ്സിൻ്റെ ആ ഒരു കണ്ടൻറ്റും കൂടി വന്നിട്ടുള്ള ടിഷ്യൂ സാരീസാണ് ഇന്ന് നമ്മൾ കണ്ടതെല്ലാം. ഒരു സാരിയിലെ ആ ഒരു മെറ്റീരിയൽ മാത്രം വേരിയേഷൻ ഉണ്ട്, ബാക്കിയെല്ലാം സെയിം ആണ്. ആൻഡ് എല്ലാം നമുക്ക് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. പിന്നെ നമുക്ക് ആ ഒരു ടിഷ്യൂവിൻ്റെ ഒരു വെയിറ്റേ ഉള്ളൂ. അല്ലെങ്കിൽ ആക്ച്വലി അത് ഉടുത്ത് വരുമ്പോൾ നമുക്ക് ആക്ച്വലി വെയിറ്റ് ഒന്നും തോന്നത്തില്ല. കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ. ACTയുടെ കോഡ്സിൽ 6400 അബോ റേഞ്ചിലാണ് വന്നിരിക്കുന്നത്.
ചെക്ക് ഔട്ട് www.aham.store. ഇത് ലൂംസ് ഓഫ് ലക്ഷറിയുടെ പാർട്ടായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻ്റെ അകത്ത് കുറച്ച് നല്ല ഭംഗിയുള്ള ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന പീസസ് ആണ് കേട്ടോ. ഗൗരി റെഡിയായോ? റെഡി. എനിക്ക് ഈ ബ്ലൗസ് കുറേ നാളായിട്ട് ഇടാനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഇപ്പോഴാണ് പിന്നെ വന്ന് കിട്ടിയത്. ഒരു ഫെസ്റ്റീവ് ടൈമിലും അതുപോലെ തന്നെ ക്രിസ്മസിന്റെ ഒക്കെ ഒക്കേഷനിലൊക്കെ ഏതൊരു ഒക്കേഷനും അല്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു സമയത്ത് മാത്രം എന്നുള്ളതല്ല. ക്രീംസ് ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അത് മാത്രമല്ല കേട്ടോ, ആരുടെ പറയുന്നത്. അപ്പം ഞാൻ വേറെ ചെയ്തേക്കുന്നത് നമ്മുടെ ക്രിസ്മസ് കളക്ഷനിനകത്തുള്ളതാണ്. ഇതുവരെ അപ്ലോഡഡ് ആയിട്ടില്ല. സെൽഫ് ആയിട്ടുള്ള റെഡ് കളറിൽ സിഗ്സാഗ് വീവിങ്ങും ഒക്കെ വന്നിട്ടുള്ള ബ്ലൗസ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നതാ. കണ്ടോ, എംബ്രോയിഡർഡ് ആയിട്ട് വന്നിരിക്കുന്ന വൈറ്റ് ബ്ലൗസ്. അപ്പൊ ഇത് തന്നെയാണ്, സെപ്പറേറ്റ് അല്ല. നമ്മൾ ആ സാരിയുടെ കൂടെ വന്നിരിക്കുന്ന ബ്ലൗസ് ഇത് തന്നെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ NN317 ആണ് ഇതിന്റെ കോഡ് വന്നിരിക്കുന്നത്. NHH 317 ആണ് ഇതിന്റെ കോഡ് വന്നിരിക്കുന്നത്. ആൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് 1699. നല്ല ലുക്ക് അല്ലേ? അതെ, നല്ല പ്രൈസ് റേഞ്ചിന് ആക്ച്വലി നമ്മളൊരു എംബ്രോയിഡറി ബ്ലൗസും കൂടെ ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നല്ലതാണ്. ആൻഡ് ഇന്ന് ഈ ഒരു സാരി നമുക്ക് കാണുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഈ ബ്ലൗസ് പീസും നമ്മൾ അവൈലബിൾ ആക്കിയേക്കാം. സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടായിരിക്കും ആ ഫാബ്രിക്കിനകത്ത് കേട്ടോ. അപ്പം ആ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഇതിനകത്ത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി പോയ ഒരു പീസ. അപ്പൊ നമുക്കിത് പിന്നെയും ആക്ച്വലി ഞങ്ങൾക്ക് ഉള്ള ബ്ലൗസുകൾ വെച്ച് ഞങ്ങൾ മാക്സിമം ഓടിക്കും എന്നുള്ളത് നമ്മുടെ വ്യൂവേഴ്സിന് നന്നായിട്ട് അറിയാലോ. ഇത് ക്രീമി ബേസിനകത്ത് തെച്ചി വീവിങ് പാറ്റേണിനകത്ത് എംബ്രോയിഡറി പാറ്റേൺ വന്നിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡേഴ്സ് നിൽക്കുന്ന ഫിനിഷിംഗ് ആണ്. ബ്യൂട്ടിഫുൾ സാരിയാണ്. പല്ലുവിന് ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും സ്പ്രെഡ് ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ കോഡ് വന്നിരിക്കുന്നത് PF എന്ന കോഡിലാണ്. PF 1030 അങ്ങനെയുള്ള കുറച്ച് കോഡ്സിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് കണ്ടോ. ഇനി ഇതിന്റെ കളർ ഷെയ്ഡ്സ് 1 by 1 ആയിട്ട്. ഇപ്പം ഇതിനെല്ലാം പറ്റുന്ന ബ്ലൗസസും ഇതേപോലത്തെ ഡിസൈനർ ബ്ലൗസസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അത് ചെക്ക് ചെയ്യാം. BM എന്ന കോഡിൽ ഒത്തിരി വെറൈറ്റീസിൽ എല്ലാ കളേഴ്സിലും വരുന്നുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് 1 by 1 ആയിട്ട് ഓരോ സാരീസ് കാണിച്ചു കൊടുക്കാം അല്ലേ? ഫുൾ ബോഡിയിൽ ചിലപ്പം ബോഡിയിൽ സ്ലൈറ്റ് വേരിയേഷൻസ് വരാം കേട്ടോ, മൾട്ടിപ്പിൾ പീസസ് വരും. പിന്നെ വെച്ച് കഴിഞ്ഞാല് ആ ഒരു ഷിഫ്ലീസും തെച്ചീസും ഒക്കെ നമുക്ക് പൊതുവെ വരുമ്പോഴത്തേക്ക് നമുക്കിതൊരു ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സ്റ്റൈൽസിന്റെ അകത്ത് നമ്മൾ ഈ ഒരു സെയിം എംബ്രോയിഡറി ചെയ്തെടുക്കുന്നതായിരിക്കും. ഒരുപാട് ഇതെല്ലാം ഒരു മണിപ്പൂരി ചെക്ക് ഓർഗൻസയുടെ ചെക്കോട്ട ഫാബ്രിക് ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അതിനകത്ത് ഫുള്ളായിട്ട് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്ന കാരണം തന്നെ നമുക്ക് ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഫീലും അത്രയും വരില്ല. ട്രാൻസ്പെറൻറ്റ് ഫീൽ ഇല്ല. അടുക്കി കുത്താനാണെങ്കിലും 1 ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ഓരോരോ സാരീസ് ആയിട്ട് ഓപ്പൺ ചെയ്ത് അങ്ങ് കാണിച്ചു പോകാം അല്ലേ? പിന്നെ ഈ ഫോർ പീസ് നമുക്ക് എന്ന് പറയുമ്പോൾ ഈ സാരി ഫുൾ എംബ്രോയിഡർഡ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പീസിന് നോക്കുമ്പോഴത്തേക്ക് വെയിറ്റ് ആക്ച്വലി കമ്പാരിറ്റീവ്ലി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോവും. പക്ഷെ നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു വെയിറ്റ് എന്തായാലും കാണും കേട്ടോ. ഇപ്പം നമ്മുടെ വ്യൂവേഴ്സിന് ആക്ച്വലി നല്ല കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കും ഏത് കളർ ചൂസ് ചെയ്യണമെന്ന്. പിങ്ക് ഉണ്ട്, പീച്ച് ഉണ്ട്, മെറൂൺ ഉണ്ട്. ഇനിയും അടുത്ത 2 കളേഴ്സും കൂടെ കാണിക്കാം. ഇതിന്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത് സെയിം ആണ്. റണ്ണിങ്ങിൽ എംബ്രോയിഡറി വന്നിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ബ്ലൗസ്, സെയിം റണ്ണിങ് ഫാബ്രിക്കിൽ തന്നെ. അപ്പം നമ്മൾ ലൈനിങ് ഇട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. സ്ലീവ്സ് ട്രാൻസ്പെറൻ്റ് ആക്കിയ ഭംഗിയായിരിക്കും, പക്ഷേ ലൈനിങ് ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് ലോങ് റൺ വന്നു കഴിയുമ്പോൾ സ്വെറ്റൊക്കെ വരുമ്പോൾ നമുക്കത് ഇതായിരിക്കും. പിന്നെ ഈ സാരി ഡ്രൈ വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക. സ്റ്റാർച്ച് വേണ്ടവർക്ക് സ്റ്റാർച്ച് യൂസ് ചെയ്യാം, പക്ഷെ അന്നേരം ഇച്ചിരി കൂടെ ആവശ്യം വരത്തില്ല കേട്ടോ. ശരിക്കും ഞാനിപ്പോൾ ഇത് സ്റ്റാർച്ച്ഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല റൈറ്റ് നോ. ഇപ്പം ആ ഒരു എംബ്രോയിഡറിയുടെ ഒക്കെ സ്റ്റിഫ്നെസ് കാരണം നമുക്ക് അത്യാവശ്യം സ്റ്റിഫായിട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ വർക്ക് വെയർ ആയിട്ട് പറ്റി ടീച്ചേഴ്സ് അങ്ങനെയുള്ള ക്രൗഡ്സിനാണെങ്കിലും ഒക്കെ ഉടുക്കാനാണെങ്കിലും ആ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇതിങ്ങനെ അയഞ്ഞങ്ങ് പോവത്തില്ല. നമുക്ക് ഞാനിപ്പോ സാരി ഉടുക്കുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ച് ഉടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു പ്രോപ്പർട്ടീസ് മനസ്സിലാവും. ബിക്കോസ് കംഫോർട്ടബിൾ ആണ്, ഈസി മൂവ്മെന്റിന് പറ്റുന്ന ടൈപ്പ് ഓഫ് സാരിയാണ്. ആൻഡ് ഇതിനകത്ത് റെയർ കളേഴ്സ് നോക്കുന്നവർക്കും നല്ല ഓപ്ഷൻസ് ആണ്. ഇതിപ്പോ ഒരു ടർക്കോയിഷ് ഷെയ്ഡ്, ഇത് രണ്ടും ആക്ച്വലി റെയർ ഷെയ്ഡ്സ് ആണ്. നോർമലി നമ്മൾ ക്രീമിനകത്ത് കാണുന്ന 3 ഷെയ്ഡ്സ് ആണ് നമ്മൾ ഫസ്റ്റിൽ കണ്ടത്. ഇത് 3ഉം അതുപോലെ ഡിഫറെന്റ് ആയിട്ട് ഭയങ്കര എലഗന്റ് ആട്ടോ. എനിക്ക് വയലറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ വയലറ്റിന് മാച്ച് ചെയ്ത ബ്ലൗസും ഇല്ലേ? ഉണ്ട്, എൻ്റെ ഉണ്ട്. അപ്പം അങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ആ എംബ്രോയിഡറി ഡീറ്റെയിൽസിനകത്തെല്ലാം ഗ്രീൻ കോമ്പിനേഷൻ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ബ്രൗൺ, ലൈറ്റ് ബേജ് ബ്രൗൺ കളറിലെ സ്റ്റെമ്മും ആൻഡ് ഗ്രീൻ കളർ അല്ലേ? അതെ, ഒരു
സേജ് ഗ്രീനിന്റെ ഒക്കെ ഒരു ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു പാലറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും കളർ ഷെയ്ഡ്സ് ആണ് ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അല്ലേ, എല്ലാ കളേഴ്സും കാണാമല്ലോ. പിങ്കും കൂടെ കാണിച്ചു. പിങ്കും കൂടി കാണാം. ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇതെല്ലാം റെഡി ടു ഡിസ്പാച്ച് ആണ്. യെസ്. പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 299 റേഞ്ചിന് ഒരു ഷിഫ്ലി ആൻഡ് തെപ്ചിയുടെ എംബ്രോയിഡറി, അതായത് ഓർഗൻസ ഫിനിഷ്ഡ് ആയിട്ടുള്ള കോട്ട വീവിംഗ് പാറ്റേണിൽ വന്നിരിക്കുന്ന ഫാബ്രിക്. അതിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ബോർഡർ എഡ്ജിങ്ങും അതുപോലെ തന്നെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്ത് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ്. ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ അവർ വെബ്സൈറ്റ്. PFS 1030 അങ്ങനെയുള്ള കുറച്ച് കോഡ്സ് ആണ്. ലിങ്ക് നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. താങ്ക് യു. കോട്ട സാരീസ് ഒരു ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. മഴയാണെങ്കിലും വെയിലാണെങ്കിലും പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന മെറ്റീരിയൽ. ആ ഒരു വൈറ്റിൻ്റെ ഓറഞ്ചിൻ്റെ കോമ്പിനേഷൻ ആട്ടോ ഞാൻ വെയർ ചെയ്തേക്കുന്ന. ഒരു യെല്ലോ ചേർന്നിട്ടുള്ളൊരു മസ്റ്റർഡ് യെല്ലോയിലോട്ട് പോകുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ്. ഫുള്ളായിട്ട് തന്നെ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തേക്കുന്നത് ബോഡി ത്രൂ ഔട്ട്. വിഷ്വലാണ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത്. അതിനൊരു ലീഫിൻ്റെ ഒക്കെ ഒരു പാറ്റേൺ വന്നേക്കുന്ന എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് ത്രൂ ഔട്ട് ബോഡിയിൽ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ലോവർ പോർഷനിൽ വന്നിട്ടുണ്ട്, പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്ന ഈ ഒരു പോൾക്ക ഡോട്ട്സിൻ്റെ സിമിലർ ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസ്, ഓറഞ്ചിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷൻ. ഇതിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടി അവൈലബിൾ ആട്ടോ. ഞാൻ വേറെ ചെയ്തേക്കുന്നതിൻ്റെ സെയിം പാറ്റേണിൽ വന്നേക്കുന്ന ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ്. ആൻഡ് ഇതിൻ്റെ കൂടെ RR20210 ഞാൻ വേറെ ചെയ്തേക്കുന്നത് 209 ആട്ടോ. പ്രൈസ് റേഞ്ച് 1799. പർപ്പിളിൻ്റെയും വൈറ്റിൻ്റെയും കോമ്പിനേഷൻ സെയിം ആ ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത് ത്രൂ ഔട്ട്. കോട്ടയാണെങ്കിലും ഫുള്ളായിട്ട് ആ ഒരു എംബ്രോയ്ഡറി ഡീറ്റെയിലിംഗ് വരുന്നതുകൊണ്ട് തന്നെ കുറേയൊക്കെ ട്രാൻസ്പെറൻറ്റ് ഹൈഡ് ആവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസും ഇതിൻ്റെ ഒരു സിമിലർ ലുക്കിൽ വന്നേക്കുന്ന ബ്ലൗസ് പീസാണ്. നെക്സ്റ്റ് വന്നേക്കുന്ന പർപ്പിളിൻ്റെയും വൈറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. പക്ഷെ അതിൽ വീവ് ചെയ്തേക്കുന്ന പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീവിങ് സ്റ്റൈലാണ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇതാട്ടോ സാരിയുടെ ലുക്ക് വരുന്നത്. ആൻഡ് പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിൽ ലോവർ പോർഷനിൽ ഈ ഒരു ലുക്ക് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈ ഒരു പോൾക്ക ഡോട്ട്സിൻ്റെ തന്നെ ഒരു ഡീറ്റെയിലിംഗ്. ഈ ഒരു സാരിയും ചെക്കൗട്ടയിലാട്ടോ വന്നേക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ചെയ്തേക്കുന്ന ഡീറ്റെയിലിംഗ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ലേസ് ട്രിമ്മൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഒരു പല്ലുമൊക്കെ ആട്ടോ. ഈ ഒരു ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ഒരു ഡാർക്ക് ഗ്രീനിൻ്റെയും വയലറ്റിൻ്റെയും പർപ്പിളിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ. ആൻഡ് എൻഡിലായിട്ട് ലേസ് ഡീറ്റെയിലിംഗ്. ആൻഡ് പല്ലുവിൻ്റെ പോർഷനിലും ഒരു ലേസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. ലേസ് ട്രിമ്മ് ചെയ്തെടുത്തേക്കുന്ന അതിന് എഡ്ജിലായിട്ടും ആ ഒരു സെയിം ഡീറ്റെയിലിംഗ് ആണ്. ആൻഡ് ത്രൂ ഔട്ട് സ്കേർട്ടഡ് ആയിട്ട് വരുന്ന റിയൽ മിറേഴ്സിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് ഇതിൻ്റെ ബ്ലൗസ് പീസ് കോട്ടണിലാണ് വന്നേക്കുന്നത്. സെയിം ഈ ഒരു ഷെയ്ഡിലും കൂടിയാണ്. ആൻഡ് അതിൻ്റെ കൂടെ മിററിൻ്റെയും ലേസ് ഡീറ്റെയിലിംഗ് കൂടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ബ്ലൗസ് പീസ്. ഇതിൻ്റെ കോഡ് വരുന്നത് SF1060 എന്ന കോഡിലാട്ടോ ഈ ഒരു സാരി അവൈലബിൾ ആക്കിയിട്ടുള്ള. 4699 പ്രൈസ് റേഞ്ചിലും കൂടി വന്നേക്കുന്ന ടൈ ആൻഡ് ടൈൻ്റെ ഒരു ലുക്കാട്ടോ. ബോഡി ത്രൂ ഔട്ട് വന്നേക്കുന്നത്. ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് അവർ വെബ്സൈറ്റ് www.aham.store.